സ്വാമി ആനന്ദതീർത്ഥരുടെ 121-ാം ജന്മദിനാഘോഷം സംഘടിപ്പിച്ചു. ഇപ്പോഴത്തെ കുട്ടികളുടെ IQ ലെവൽ വളരെ ഹൈ ആണ്. അത് നിലനിർത്തണമെങ്കിൽ പ്രോട്ടീനും കാൽസ്യവും അടങ്ങിയ ശുദ്ധമായ പശുവിൻ പാൽ ദിവസവും കൊടുക്കും. നിങ്ങൾ കഴിക്കണം. ജനതയുടെ പാലും നെയ്യും ഭക്ഷണത്തിന്റെ ഭാഗമാക്കണം. ആരോഗ്യമുള്ളവർക്കേ നാളെയുള്ളൂ. ഹരിജനോദ്ധാരകനും പയ്യന്നൂർ ശ്രീനാരായണ വിദ്യാലയം സ്ഥാപകനുമായ സ്വാമി ആനന്ദതീർത്ഥരുടെ 121-ാം ജന്മദിനാഘോഷം ശ്രീനാരായണ വിദ്യാലയത്തിൽ വിപുലമായ പരിപാടികളോടെ നടന്നു. സ്വാമിയുടെ സമാധി മണ്ഡപത്തിൽ നടന്ന പുഷ്പാർച്ചനയ്ക്ക് ശേഷം സ്വാമി ആനന്ദതീർത്ഥ ട്രസ്റ്റ് സെക്രട്ടറി KP ദാമോദരൻ സ്വാഗതവും പ്രസിഡന്റ് TV വസുമിത്രൻ എഞ്ചിനീയർ അധ്യക്ഷതയും വഹിച്ച പരിപാടി ജസ്റ്റിസ് K ചന്ദ്രു ഉദ്ഘാടനം ചെയ്തു. So the first news I read today was the SNDP statement that when we go to a temple, we always remove our shirt. This question was always haunting me, why we should remove our shirt. After all, God can be worshipped in any form, in any ritual we can like. But when you go to temple, you remove the shirt. For a long time, I didn't understand, because in the other side of the mountain, in the area of Tamil Nadu, which is now Tamil Nadu, the eastern side of the western range, no temple you would have to remove your shirts. Only on the western side, in the Kerala portion and the Karnataka portion, you have this practice of removal of shirt. And a portion of the Kerala, Travancore, has been merged with the Tamil Nadu after 1956. So the Kanyakumari has temples which are taken over from Travancore Devaswam board. There also you remove shirt. Now the removal of shirt, nobody has said why it should be removed. Nobody has said that when we are at home, we pray our God with our shirt only. But the removal of shirt I found out when I went to Udupi some 15 years back. I just went like anybody else. I never introduced myself as a senior lawyer. I just went along with others. First thing they said, ഹിന്ദുമതത്തിന്റെ ശാപം ജാതി വിവേചനമാണെന്നും ഇന്ത്യൻ ഭരണഘടന സാമൂഹ്യമായ തുല്യത ഉറപ്പുവരുത്തുന്നതാണെന്നും ജസ്റ്റിസ് K ചന്ദ്രു ഉദ്ഘാടന പ്രസംഗത്തിൽ പറഞ്ഞു. ഫോക്ലോർ അക്കാദമി മുൻ ചെയർമാൻ പ്രൊഫസർ V മുഹമ്മദ് അഹമ്മദ് മുഖ്യ പ്രഭാഷണം നടത്തി. ഫോക്ലോർ അക്കാദമി മുൻ സെക്രട്ടറി M പ്രദീപ് കുമാർ, ട്രസ്റ്റ് വൈസ് പ്രസിഡന്റ് M കുഞ്ഞികൃഷ്ണൻ, കല്യാശ്ശേരി ശ്രീധരൻ നമ്പ്യാർ എന്നിവർ പ്രസംഗിച്ചു. ആനന്ദതീർത്ഥർ രചിച്ച സ്മരണകൾ എന്ന ജീവചരിത്ര ഗ്രന്ഥത്തിൻ്റെ പുനഃപ്രകാശന കർമ്മം ജസ്റ്റിസ് K ചന്ദ്രു ട്രസ്റ്റ് പ്രസിഡന്റ് TV വസുമിത്രൻ എഞ്ചിനീയർക്ക് നൽകിക്കൊണ്ട് നിർവഹിച്ചു. ജസ്റ്റിസിനുള്ള ഉപഹാരവും വേദിയിൽ വെച്ച് കൈമാറി. പയ്യന്നൂർ അന്നൂരിലെ ജയറാം പൊതുവാൾ രചിച്ച ജാതി വിവേചനം ക്ഷേത്ര ശില്പകലയിൽ നമസ്കാര മണ്ഡപങ്ങൾ പഠനം എന്ന പുസ്തകം KU രാധാകൃഷ്ണനും ജസ്റ്റിസിന് സമ്മാനിച്ചു. ചടങ്ങിന് ട്രഷറർ K കൃഷ്ണൻ നന്ദിയും പറഞ്ഞു. തുടർന്ന് പ്രീതി ഭോജനവും നടന്നു. ന്യൂസ് ബ്യൂറോ, പയ്യന്നൂർ. Could this be a moment? Got it! One of the great catches! Under pressure! You will never see! My goodness gracious me! മധുരിക്കും ഓർമ്മകളാൽ മനസ്സ് കുളിരട്ടെ.